ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കിടിലൊരു പാൽക്കപ്പ റെസിപ്പി ആയാലോ. അപ്പോൾ അതിനായിട്ട് കപ്പ എടുത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത കപ്പ ഞാൻ ഇടികല്ല് കൊണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കുഴച്ചെടുത്തിട്ടും ഇല്ല. അതിലേക്ക് തേങ്ങയുടെ 2/2 പാൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം ഇത് നല്ലോണം ഇളക്കി ഇനിയുള്ള കഷ്ണങ്ങളെല്ലാം സ്പൂൺ വെച്ച് ഒന്ന് അടച്ചെടുക്കുക. എന്നിട്ട് ഇതേ കുറച്ച് ഇഞ്ചി ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതും 2 പച്ചമുളകും കൂടെ ചേർത്ത് നല്ലോണം നമുക്ക് ആവശ്യമുള്ള പരുവത്തിന് കുറുക്കിയെടുക്കുക. സംഭവം വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി ഇതാ തേങ്ങയുടെ കുറുകിയ 1/4 പാൽ ഒഴിച്ച് ഇനി അധികം നേരം തിളപ്പിക്കേണ്ട. അപ്പോഴേക്കും നമ്മുടെ കിടിലൻ പാൽക്കപ്പ റെഡി. ഇനി താളിച്ചിടുന്ന ജോലിയും കൂടെ മാത്രമേ ഉള്ളൂ. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതും കൂടി ഇട്ട ശേഷം വറ്റൽമുളകാണ് ചേർക്കാനുള്ളത്. ഞാൻ കുറച്ച് വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ട നമ്മുടെ കിടിലൻ പാൽക്കപ്പ ഞങ്ങൾ നല്ല കോഴിക്കറിയും കൂട്ടി കഴിച്ച്. അപ്പോൾ ട്രൈ ചെയ്ത്